ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി പാലട പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. പായസം ഇല്ലാതെ പിന്നെ എന്ത് സദ്യ. അപ്പോൾ സദ്യയുടെ കൂടെ വിളമ്പാൻ പറ്റിയ നല്ല അടിപൊളി പിങ്ക് പാലട പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ഒരു പായസം മിക്സ് വെച്ചിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത്. നല്ല സിമ്പിളായിട്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ റെസിപ്പിയാണ് പരിചയപ്പെടുത്തുന്നത്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഒരുപാട് സദ്യ റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് കണ്ടു വെക്കുക. ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എങ്കിൽ നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ഞാനിവിടെ ഈസ്റ്ററിൻ്റെ പാലട മിക്സാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 300 ഗ്രാമിൻ്റെ പാലട മിക്സിൻ്റെ പാക്കറ്റാണ്. ഇപ്പോൾ ചിലത് 200, 250 വരുന്നുണ്ട്. ഏത് ബ്രാൻഡായാലും കുഴപ്പമില്ല. അപ്പോൾ ഈ ഒരു റെസിപ്പി വെച്ചിട്ട് നമുക്ക് ഈ പാലട മിക്സ് അല്ലാതെ സെപ്പറേറ്റ് പാലട വാങ്ങിയിട്ടും ഇതുപോലെ ചെയ്തെടുക്കാം. ഇതിപ്പം മിക്സ് ആയതുകൊണ്ട് പഞ്ചസാര, മുന്തിരി, അണ്ടിപ്പരിപ്പ്, ഏലക്കായയുടെ പൗഡർ അതൊക്കെ ഇതിൽ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഇതാകുമ്പോൾ നമ്മൾ എക്സ്ട്രാ ഒന്നും ചേർക്കേണ്ടി വരുന്നില്ല. പിന്നെ ഇതിൽ ചേർക്കേണ്ട പാലിൻ്റെ ഡീറ്റെയിൽസൊക്കെ ആ കവറിൻ്റെ ബാക്കിലുണ്ടാവും. അപ്പോൾ ഇതിലിപ്പോൾ 1.5 ലിറ്റർ പാലാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇത് റെഡിയാക്കി തുടങ്ങാം. ഇനി നമുക്ക് പായസം റെഡിയാക്കി തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അടികട്ടിയുള്ള പാത്രം തന്നെ എടുക്കുക. ഇപ്പം ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടായിട്ടാകുമ്പോൾ ഇതിലോട്ട് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഈ പഞ്ചസാര നമുക്ക് കാരമലൈസ് ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ നമ്മുടെ പാലട മിക്സിൽ ഓൾറെഡി പഞ്ചസാരയൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് മാത്രമേ നമ്മളിതിൽ ചേർക്കുന്നുള്ളൂ, ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രം. അതും നല്ല ഡാർക്ക് കളർ ആവുന്നത് വരെ കാരമലൈസ് ചെയ്തെടുക്കാൻ പാടില്ല. ഒരു ചെറിയൊരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെയാണ് ചെയ്തെടുക്കേണ്ടത്. ഇനി ഇതിലോട്ട് നമുക്ക് 1 കപ്പ് വെള്ളം ചേർക്കുന്ന സമയത്ത് ഇതൊന്ന് കട്ട പിടിച്ച പോലെ തോന്നും. അപ്പോൾ അങ്ങനെ കാണുന്ന സമയത്ത് ടെൻഷൻ ആവണ്ട. അത് ഈ വെള്ളം ഒന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അത് തനിയെ മെൽട്ടായി വന്നോളും. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടാകുന്നതിനനുസരിച്ച് അത് മെൽട്ടായി വന്നോളൂ. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ വെള്ളം ചേർക്കുന്നതിന് പകരം പാല് ചേർത്താൽ ചിലപ്പോൾ പാല് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് ഇതിലോട്ട് വെള്ളം ചേർത്ത് കൊടുത്തത്. സാധാ പച്ചവെള്ളം തന്നെയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടാവുന്നതിനനുസരിച്ച് ഈ ഒരു പഞ്ചസാര കാരമലൈസ് ചെയ്തത് കട്ട പിടിച്ചത് ഒന്ന് മെൽട്ടായി വരും. അപ്പോൾ ഇത് നന്നായിട്ട് മെൽട്ടായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് പാലൊഴിച്ച് കൊടുക്കാം. 1.5 ലിറ്റർ പാലാണ് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ആദ്യം ചേർത്തിട്ടുള്ള 1 കപ്പ് വെള്ളം, വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് പാലട മിക്സ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇതൊന്ന് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ പാല് നന്നായിട്ട് തെളിച്ച് വന്നിട്ടുണ്ട്. ഇനി ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ഈ പാലട നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുകയും വേണം. കൂടി തന്നെ ഈ പാലൊന്ന് കുറുക്കിയെടുക്കുകയും വേണം. അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇടയ്ക്കിടെ ഇളക്കി കൊടുക്കുക, അടിക്കൊന്നും പിടിക്കാതെ. പാല് പാട കെട്ടാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി നമുക്ക് ഈ പാലൊന്ന് കുറുക്കി പാലട ഒന്ന് വേവിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കി കിട്ടും. ഏകദേശം ഒരു 10-20 മിനിറ്റൊക്കെ കൊണ്ട് തന്നെ പാലട നന്നായിട്ട് കുക്കായി പാലൊന്ന് കുറുകി കിട്ടും. അങ്ങനെ പാലൊക്കെ കുറുകി വന്നിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് കറണ്ട് പോയതുകൊണ്ടാണ് ലൈറ്റ് ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട്. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പം ഞാൻ ബാക്കി വീഡിയോ എടുക്കുന്നത് കറണ്ട് വന്നതിന് ശേഷമാണ്. അപ്പോഴേക്കും പായസം ഒന്ന് ചൂടാറി കുറച്ചുകൂടി ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. അപ്പം ഞാനിതൊന്ന് ലൂസാവാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് പാല് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ചെറു ചൂടോടെ തന്നെ കഴിക്കുകയാണ് നല്ലത്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള
പിങ്ക് പാലട പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ പാലട പായസം റെഡിയാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് റെഡിയാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലും ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ തന്നെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യുക. ചാനലിലെ മറ്റ് സദ്യ റെസിപ്പീസും മറ്റ് റെസിപ്പീസൊക്കെ കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക.